നമസ്കാരം. ജി സുധാകരന് ഏറ്റവും മികച്ച മറുപടിയായി നൽകാനുള്ളത് മണിയാശൻ പറഞ്ഞ ഈ വാചകങ്ങളാണ്. അത് കേൾപ്പിക്കുന്നതിന് മുന്നോടിയായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ. അതായത് സുധാകരന്റെ അത്ര പോലും പ്രിവിലേജ് ഇല്ലാത്തൊരു മനുഷ്യനായിരുന്നു മണി. ഉടുമ്പൻചോല പോലെ ഇടുക്കിയിലെ തോട്ടം തൊഴിൽ മേഖലയിൽ നിന്ന് അദ്ദേഹത്തെ ഒരു നേതാവായി ഉയർത്തിക്കൊണ്ടുവന്നത്, മന്ത്രിയാക്കിയത് ഈ പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിന്റെ തണലിൽ അദ്ദേഹം MLA ആയി. ഇപ്പോഴും തുടരുകയാണ്. അദ്ദേഹം ഈ വിഷയം അറിഞ്ഞപ്പോൾ തനിക്ക് തന്ന മറുപടിയുണ്ട്. ആ മറുപടിയാണ് ഈ നാട്ടിലെ സാധാരണക്കാരനായിട്ടുള്ള ഒരു സഖാവിന്റെ മറുപടി. ജി സുധാകരൻ പാർട്ടിയുമായി ഇടഞ്ഞിപ്പോൾ സ്വതന്ത്രമായി ആണോ? ഞാൻ ശ്രദ്ധിച്ചില്ല. പ്രഖ്യാപിച്ചോ? ഉണ്ടോ? ആ, അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായോ? അദ്ദേഹത്തിന് അച്ഛനെ വിളിപ്പിച്ചു ചില ആളുകൾ, പാർട്ടിയുടെ കേഡർമാരായിട്ടുള്ള ആളുകൾ, നേതാവായിട്ടുള്ള അച്ഛനെ വിളിക്കുന്ന സാഹചര്യം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയൊന്നും നമ്മുടെ പാർട്ടിയുടെ ആളുകളിലൊന്നും അയാളുടെ പിതാവിനെ വിളിച്ച് അസഭ്യമൊന്നും പറയല്ല. അതൊന്നും ഞങ്ങളുടെ സംസ്കാരമല്ല, ഞങ്ങൾ ചെയ്യത്തുമില്ല. പിന്നെ ജെ സുധാകരൻ മത്സരിക്കുകയോ മത്സരിക്കാതിരിക്കുകയോ ചെയ്യേണ്ടത് അയാളുടെ വ്യക്തിപരമായ അഭിപ്രായമാണ്. എന്നാലും പാർട്ടിയുമായി ഇത്രയും പതിറ്റാണ്ട് ബന്ധമുള്ള അതിപ്പോ പതിറ്റാണ്ട് ബന്ധമുള്ള എത്രയോ പേര് വലിയ ബന്ധമുള്ളവർ ഈ പാർട്ടിയിൽ നിന്ന് വിട്ടുപോയില്ലേ? ചിലരെ ഞങ്ങൾ പുറത്താക്കേണ്ടി വന്നിട്ടില്ലേ? അതുകൊണ്ട് ഞങ്ങൾക്കെന്നാ, ഞങ്ങൾ പ്രസ്ഥാനം മുന്നോട്ട് പോകും. മണി ഇതിൽ നിൽക്കുമ്പം വലിയ പുള്ളിയാണ്. ഇതിൽ നിന്ന് വിട്ടുപോയാൽ പോകാം, ഷൂവാ. അതിപ്പോൾ എനിക്കറിയത്തില്ല. അവിടുത്തെ കാര്യങ്ങൾ, ആലപ്പുഴയിലെ കാര്യം അവരാ പറയേണ്ടത്. ആലപ്പുഴ എന്നാലും അയാൾ പ്രസ്ഥാനം വിട്ടൊന്നും പോകുന്നതൊന്നും ശരിയല്ല. അല്ലാതെ മത്സരിക്കുന്നതൊക്കെ തെറ്റാണ്. അയാൾ മന്ത്രിയായിരുന്ന ആളാണ്, ദീർഘനാൾ പാർട്ടിയുടെ സെക്രട്ടറി എന്ന് വേണ്ട. വൈകാരികമായ ഒരുപാട് അങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല. അതെന്തിനാ അങ്ങനെ പറയുന്നത്? അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യം, അതിനെയൊക്കെ പാർട്ടി നേരിട്ട് പോകുകയുള്ളൂ. പാർട്ടി അതൊന്നും ഇല്ലെന്നേ. ഇല്ലെന്നേ. ഇതിന് മുമ്പ് എത്ര പേരെ പുറത്താക്കി എന്നിട്ട് ഈ പാർട്ടിക്ക് എന്ത് പറ്റി? അവിടെയൊക്കെ പേരിപ്പൊ പറയുന്നത് മര്യാദകേടായോണ്ടാ ഞാൻ പറയാത്ത. പുറത്താക്കിയത് പിന്നെ അല്ലാണ്ട് ഇപ്പൊ ഇതിനകത്ത് പിടിച്ചു നിർത്തി കെട്ടിയിട്ടില്ലാതെ. ഞാൻ മണിക്ക് ഇതിനകത്ത് തുടരാം, വേണ്ട പോകാം. അതിനുള്ള സ്വാതന്ത്ര്യമൊക്കെ മണിക്കുണ്ട്. പറഞ്ഞു മനസ്സിലായി. ഇതിനകത്ത് കെട്ടിയൊന്നും വെക്കല്ല, പാർട്ടിക്കകത്ത് അയാളെ MLA MP മന്ത്രിയും എല്ലാം ആയതല്ലേ. അതൊന്നും വലിയ കാര്യമൊന്നുമില്ല. പ്രസ്ഥാനം മുന്നോട്ട് പോകും. പോകുന്ന പോക്കാ. എല്ലാം ഒന്നും നൽകിയത് കാറൽ മാർക്സും എംഗൽസുമാ. എല്ലാം നൽകിയത് കാറൽ മാർക്സ്, എംഗൽസ്. പിന്നെ എങ്ങനെ നോക്കുക, EMS ഒരുപാട്, ഇന്ത്യയിലെ P സുന്ദരിയ, അവിടെയൊക്കെ വലിയ സംഭാവന ചെയ്ത് ഈ പ്രസ്ഥാനമാക്കിയവരാണ്. അതിനകത്ത് ഈ സുധാകരനും മണിയും ഇന്നുള്ള പാർട്ടിയുടെ ഞങ്ങളുടെ നേതാക്കന്മാരും ഒക്കെ അതിനൊക്കെ താഴെ പിന്നീട് വന്നവരാണ്. അവരെ ഓരോരുത്തരും അവരുടേതായ സംഭാവന ചെയ്തിട്ടുണ്ടാവും. മണി എനിക്ക് പറ്റുന്ന സംഭാവന ഞാൻ ചെയ്തിട്ടുണ്ട്. കേൾക്കുന്നേ, അതൊന്നും ഒരു കുഴപ്പമില്ലെന്ന്. അവിടെ എന്താ പറയുക, അതൊക്കെ പാർട്ടി നേരിടും, അത്ര തന്നെ. മണിയെ MLA ആക്കി 10 വർഷം മന്ത്രിയാക്കി ഇടുക്കി ജില്ലയിൽ നിന്ന്. ആദ്യം ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ഞാനാ മന്ത്രിയാക്കി. എന്നും ഇപ്പൊ എന്നെ മന്ത്രിയാക്കാൻ പറ്റുമോ? അങ്ങനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇല്ല, അങ്ങനെ ഒരു ആഗ്രഹം പറയപ്പെടുന്നുണ്ട്. നിങ്ങൾ ഉണ്ടാക്കുന്ന അതിർത്തിയാണ്, എനിക്കൊരു അതിർത്തിയില്ല. ജനങ്ങൾ ആഗ്രഹിക്കുന്നതിനനുസരിച്ച് പാർട്ടിക്കാർക്ക് ചെയ്യാൻ പറ്റുമോ? ആളുകൾ ഇങ്ങനെ എന്തെല്ലാം ആഗ്രഹിക്കുന്നു. അങ്ങനെ ചെയ്യാൻ പറ്റില്ല. പാർട്ടിയുടെ തീരുമാനം പാർട്ടിയാണ് തീരുമാനിക്കുക.
അത് അങ്ങനൊന്നുമില്ല. അങ്ങനെ ജനങ്ങൾ ആഗ്രഹിക്കുന്നതിനനുസരിച്ച് തന്നെ. എല്ലാ കാലത്തും ഒരാളെ തന്നെ പരിഗണിക്കേണ്ടതുണ്ടോ? എന്നെ മന്ത്രിയാക്കി എങ്ങനെയാണ്? കേവലം ഒരു ഏരിയ സെക്രട്ടറി ആയിരുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെയാണ് കോൺഗ്രസ്സുകാർ ഒരു പ്രസംഗത്തിന്റെ പേരിൽ വേട്ടയാടി ജയിലിലടച്ചത്. ആ ജയിലിലടച്ചതിന് പിന്നാലെ ആ സഖാവിനെ നിയമസഭയിൽ എത്തിച്ചു. വിവരവും വിദ്യാഭ്യാസവും ഇല്ലെന്ന് പറഞ്ഞ് അധിക്ഷേപിച്ച വ്യക്തിയെ മന്ത്രിയാക്കി. വൈദ്യുതി മന്ത്രിയായിരുന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തനം ഇന്നും ഉദ്യോഗസ്ഥ തലത്തിൽ കൃത്യമായി വിളിച്ചാൽ ഫോൺ എടുക്കുന്ന കാര്യം എന്തെന്ന് അദ്ദേഹത്തിന്റെ 5 വർഷത്തെ ഇടപെടൽ കൊണ്ടാണ് കൃത്യമായി മാറിയത്. അത് ഫോൺ എടുക്കാതിരുന്നാൽ ഏത് ഉദ്യോഗസ്ഥനായിരുന്നാലും വിവരം അറിയുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചതും അതേ മണിയാശാനാണ്. ആ മണിയാശാൻ ഈ ടേൺ കൂടി കഴിയുമ്പോൾ ചിലപ്പോൾ അദ്ദേഹത്തിന് സീറ്റ് നിഷേധിച്ചെന്നിരിക്കാം. ആ നിഷേധിക്കപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നത് പോലെ ഞാനല്ലാതെ ആ നാട്ടിൽ വേറെ പാർട്ടിക്കാരൊന്നും ഇല്ല, പരിഗണിക്കാനേ പാടില്ല, ഉടുമ്പൻചോല എന്ന് പറഞ്ഞാൽ മണിയാശാൻ ആയിരിക്കണം, അല്ലെങ്കിൽ MM മണി ആയിരിക്കണമെന്ന് വാശി പിടിച്ചാലും ഇങ്ങനെ ഓരോ മണ്ഡലത്തിലും ഓരോരുത്തർ തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ജീവിതാവസാനം വരെ കോൺഗ്രസ്സുകാരെ പോലെ അവിടങ്ങളിൽ നിന്ന് മാറ്റാത്തൊരവസ്ഥയാണ് സുധാകരൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അദ്ദേഹത്തെ ഇപ്പോൾ സ്പോൺസർ ചെയ്തിരിക്കുന്ന കേരളത്തിലെ ഇടതുപക്ഷ വിരുദ്ധരും കോൺഗ്രസ് BJP സംയുക്ത അലയൻസിന്റെ മോഹന വാഗ്ദാനങ്ങളിൽപ്പെട്ട് അദ്ദേഹം സ്വതന്ത്രനായി മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ അതിന്റെ ഫണ്ടിങ് ആരാണെന്നും അതിന്റെ പിന്നിൽ ആരാണെന്നൊക്കെ ചിന്തിക്കാൻ ഈ നാട്ടിൽ കൃത്യമായിട്ട് ആൾക്കാർക്ക് നല്ല ബോധമുണ്ട്. പക്ഷേ ഒരു സഖാവ് ആരാകണം? MM മണിയെ പോലെ ആകണം, G സുധാകരനെ പോലെ ആകരുത്. അധികാരമോഹിയല്ല, കസേരകൾക്ക് വേണ്ടിയല്ല, ജനങ്ങളെ സേവിക്കലാണ് ഒരു സഖാവിന്റെ ഉത്തരവാദിത്വം. 10 വർഷമായി ജനങ്ങൾക്കിടയിൽ സുധാകരൻ ഇല്ല, വീടുകളിൽ മാത്രമാണ്. എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഒരാൾ കാണാൻ വരുന്നില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ പോലും വന്നാൽ അവരെ പരിഗണിക്കുന്ന രീതിയോ അദ്ദേഹത്തിന്റെ മർക്കട സ്വഭാവം കൊണ്ട് പാർട്ടിക്കാരും ജനങ്ങളും അകന്നു നിൽക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇന്നലകളിൽ ചെയ്ത പ്രവർത്തനം കൊണ്ട് എല്ലാ കാലവും എല്ലാ മനുഷ്യരെയും തൊഴുതു വണങ്ങി നിൽക്കണമെന്നല്ല, ആ പ്രവർത്തനത്തോട് ബഹുമാനവും ആദരവും ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലായിരിക്കണം തിരിച്ച് പ്രസ്ഥാനത്തിനോടും അതിലെ സഖാക്കളോടെല്ലാം ഇടപെടേണ്ടത്. അത് ചെയ്യാത്ത വ്യക്തിയെ ഇപ്പോൾ കോൺഗ്രസ്സുകാരും BJPക്കാരും കൊണ്ടുപോയിട്ട് തെരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴ മത്സരിക്കാൻ ആളില്ലാത്തത് കൊണ്ട് ആ സീറ്റ് പിടിച്ചെടുക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു വ്യക്തിയെ സ്വതന്ത്രനാക്കിയാൽ അവർക്ക് ആള് കിട്ടാത്തടത്ത് ഒരാളെ കിട്ടി. അത് കഴിഞ്ഞിട്ടും ഈ നാട്ടിൽ സമയമുണ്ട്. അവിടെയാണ് MM മണിയാശൻ പറഞ്ഞ കണക്ക് പാർട്ടിയില്ലെങ്കിൽ വെറും ഷൂ ആയ ഒരു സുധാകരനെ നമ്മൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്നുള്ള കാര്യം. അതുകൊണ്ട് ഒരു സഖാവായാൽ MM മണിയാശാനെ പോലെ സിമ്പിളാകാൻ പറ്റൂ എന്ന് ആദ്യം പഠിക്കുകയാണ് ഓരോ നേതാക്കന്മാരും ചെയ്യേണ്ടതെന്ന് പറയേണ്ടി വരികയാണ്.